വെൽക്കം ടു ന്യൂസിലാൻഡ് മല്ലു ഗായ്സ്. നമുക്കെല്ലാം സ്വപ്നങ്ങളുണ്ടാവും. ഓരോ വണ്ടികൾ മേടിക്കണം, അത് മേടിക്കണം, ഇത് മേടിക്കണം എന്നൊക്കെ. ആദ്യം വണ്ടി മേടിക്കുന്നതായിരിക്കും സ്വപ്നം. വണ്ടി മേടിച്ച് കൈ കിട്ടിക്കഴിയുമ്പോൾ നമ്മൾ വിചാരിക്കും നമുക്ക് എന്തെങ്കിലും അസസറീസ് ഫിറ്റ് ചെയ്യാം. അപ്പോൾ ഞാൻ ഇവിടെ വണ്ടിയിൽ കുറച്ച് സാധനങ്ങൾ ഫിറ്റ് ചെയ്യാൻ പോവുകയാണ്. അതൊക്കെ നിങ്ങളെ കാണിക്കാമെന്ന് വിചാരിക്കുന്നു. എൻ്റെ ഒരു ടെസ്ല നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ആ ടെസ്ലയുടെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, അതിൻ്റെ സീലിംഗ് ഫുൾ ഗ്ലാസ്സിലാണ് ചെയ്തിരിക്കുന്നത്. മുഴുവൻ മുകളിൽ ഗ്ലാസ് ആണ്. അപ്പം നമ്മൾ എങ്ങനെയാണെന്ന് വെച്ചാൽ വണ്ടി ഓടിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മൾ AC ഒക്കെ ഇട്ടാണോ ഓർമ്മ, കുഴപ്പമുള്ള കാര്യമല്ല. പക്ഷേ സമ്മറിൽ നമ്മൾ പാർക്ക് ചെയ്യുന്ന ഔട്ട്ഡോറിൽ പാർക്ക് ചെയ്യുമ്പം സൺലൈറ്റ് നല്ലോണം അകത്തേക്ക് കയറും, ചൂട് ഭയങ്കരമായിട്ട് കൂടും. ചൂട് കയറി ഒരു 30 ഡിഗ്രീസിനൊക്കെ മുകളിലേക്ക് കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വണ്ടി ഓട്ടോമാറ്റിക്കലി AC ഓൺ ചെയ്ത് കൂൾ ഡൗൺ ചെയ്യാൻ ശ്രമിക്കും. നമുക്ക് വേണമെങ്കിൽ ഓഫ് ചെയ്തിടാം. പക്ഷേ കൂൾ ഡൗൺ ചെയ്തില്ലെങ്കിൽ എന്താ പ്രോബ്ലം എന്ന് വെച്ചാൽ നമ്മൾ തിരിച്ചു വരുമ്പോൾ നല്ല ഹോട്ടായിട്ട് തോന്നും. എന്ന് വെച്ചാൽ ഗ്ലാസ് ആണല്ലോ മുകളിൽ. അപ്പം നമുക്ക് ചെയ്യാവുന്ന ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിന് സാധാരണ യൂഷ്വലി സൺ റൂഫുള്ള വണ്ടികൾക്കൊക്കെ വേണമെങ്കിൽ സൺ കവർ ചെയ്ത് ഇടാൻ പറ്റും. 2 ഓപ്ഷനാണ് അതിനുള്ളത്. ഒന്ന് വേണമെങ്കിൽ ഒരു ടെമ്പററി ആയിട്ട് നമുക്ക് കവർ ചെയ്ത് വെക്കുന്ന ഒരു സാധനം വെക്കാം. പക്ഷേ അത് കൈകൊണ്ട് എടുക്കലും പരിപാടിയൊക്കെ വലിയ പാടുള്ള പരിപാടിയാണ്. നമുക്കിത് ഓടിക്കൊണ്ടിരിക്കുമ്പോൾ വണ്ടി ഓപ്പൺ ചെയ്ത് ഫുൾ ആകാശമൊക്കെ കണ്ട് ഓടുകയാണ് രസം. അപ്പം നമുക്ക് വേറൊരു പരിപാടി എന്താ ഉള്ളതെന്ന് വെച്ചാൽ ഒരു മോട്ടറൈസ്ഡ് സാധനമുണ്ട്. വണ്ടി പാർക്ക് ചെയ്യുന്ന സമയത്ത് വെറുതെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അത് ക്ലോസ് ചെയ്ത് വരും. അതാണ് ആദ്യം നമ്മൾ ചെയ്യാൻ പോകുന്നത്. അത് കാണാം. അങ്ങനെ നമ്മുടെ ഒരു ഫ്രണ്ട്, ഒരു കൊറിയനാണ്, പുള്ളിയാണ് കേട്ടോ ചെയ്യുന്നത്. ഇതാണ് സീലിങ്ങിൽ വരുന്ന സാധനം, റൂഫിൽ വരുന്ന സാധനം. ഇതൊരു മുഴുവൻ റോൾ ചെയ്ത് അകത്തേക്ക് കയറിയിരിക്കുകയാണ്. ഇപ്പോൾ നമ്മളൊന്ന് ചെക്ക് ചെയ്ത് നോക്കുകയാണ്. ഇങ്ങനെ സ്വിച്ച് ചെയ്തപ്പോൾ ഇങ്ങനെ കയറി വരികയാണ് കേട്ടോ. ഇത് ഇങ്ങനെ കയറി ചെയ്ത് കവർ ചെയ്ത് വരും. ടെസ്ല ശരിക്കും മാനുഫാക്ചർ ചെയ്യുന്നത് ചൈനയിലും പിന്നെ അമേരിക്കയിലുമാണുള്ളത്. അപ്പം ചൈനയിലെ തന്നെ ഒരു അസസറീസ് ഏറ്റവും കൂടുതൽ ഉണ്ടാക്കുന്ന വലിയൊരു കമ്പനിയാണ്. ഏറ്റവും ബെസ്റ്റ് എന്ന് പറയാം, വേൾഡിലെ ബെസ്റ്റ് എന്ന് പറഞ്ഞാൽ ഉണ്ടാക്കുന്ന ഒരു കമ്പനിയാണ് ഇത് മേക്ക് ചെയ്യുന്നത് കേട്ടോ. ഇനി ഇതിൻ്റെ ഒരു കണ്ടത് ഫ്രണ്ടിലെ പാസഞ്ചർക്കും അതുപോലെ തന്നെ ബാക്കിലെ പാസഞ്ചർക്കും ഓപ്പറേറ്റ് ചെയ്യാം. ഫ്രണ്ടിലും ബാക്കിലും ഇതുണ്ട്. നല്ല ഹൈ സ്പെക്കിൽ തന്നെ ഇത് ചെയ്തിരിക്കുന്നത്. നമ്മൾ ശരിക്കും വണ്ടിയൊക്കെ മേടിച്ച് കഴിയുമ്പം ശരിക്കും ആണുങ്ങൾക്കാണ്, പെണ്ണുങ്ങൾക്ക് അത്ര പ്രശ്നം ഉണ്ടായിരിക്കില്ല. നമ്മൾ ശരിക്കും ഡോർ അടയ്ക്കുമ്പോൾ നമ്മൾ വളരെ സോഫ്റ്റായിട്ട് അടയ്ക്കുള്ളൂ അല്ലേ? ഇങ്ങനെ വളരെ സോഫ്റ്റായിട്ട് നമുക്ക് അടയ്ക്കണം. ഇത് ശരിക്കും വളരെ സോഫ്റ്റായിട്ട് അടച്ചാൽ മതി. ഓരോരുത്തരൊക്കെ വന്ന് പെട്ടക്കേന്ന് അടയ്ക്കുമ്പോൾ നമ്മുടെ നെഞ്ച് ശരിക്കും പെടയും. ശരിക്കും വണ്ടി ഇഷ്ടപ്പെടുന്നവരെല്ലാവരും തന്നെ അങ്ങനെ അടയ്ക്കാനാണ് ശ്രമിക്കുക. അപ്പം ഞാൻ ഇതിന് ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചാൽ അതിൽ ഡോർ അടയ്ക്കേണ്ട പരിപാടി തന്നെ ഉപേക്ഷിക്കുകയാണ്. ഡോർ അടയ്ക്കാതെ വണ്ടി ഓട്ടോമാറ്റിക്കലി മോട്ടറൈസ്ഡ് ആയിട്ട് അടയ്ക്കുന്ന രീതിയിലേക്ക് ആക്കാൻ പോവുകയാണ്. അത് നിങ്ങൾക്ക് കാണാം. അത് ശരിക്കും വരുന്നത് മേബാക്കിലും പിന്നെ എന്താ പറയുക റോൾസ് റോയ്സിലൊക്കെയാണ് അങ്ങനെയുള്ളത്. അപ്പം ഞാൻ വെറുതെ കൊണ്ടുവന്ന് ഇങ്ങനെ വെച്ചാൽ മതി. അത് തന്നെ സക്ക് ചെയ്ത് അകത്തേക്ക് പൊക്കോളും. അതാണ് ചെയ്യാൻ പോകുന്നത്. സാധനം മുകളിലേക്ക് വെച്ചിരിക്കുകയാണ്. ഈ സംഭവം ഫിക്സ് ചെയ്യൽ വലിയ ടൈം എടുക്കില്ല. പക്ഷേ ഡോറിൻ്റെ സംഭവം 4നും കൂടെ വരുമ്പം ഫിക്സ് ചെയ്ത് കേട്ടോ. ഇതുണ്ട്, ഇവിടെയാണ് ഒരു മോട്ടർ ഇത് വരുന്നത്, സ്വിച്ച് വരുന്നത്. അതുപോലെ തന്നെ ബാക്കിലും ഉണ്ട്. കൊള്ളാം, റോയലാണ് കേട്ടോ. ഈ രണ്ട് കളറും സെയിം ആയിട്ട് വരുന്നത്. നല്ല റോയലായിട്ട് തന്നെ ഇരിക്കണേ. ശരിക്കും നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. അതിനൊപ്പം തന്നെ ഞാനിവിടെ ചാർജ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. വണ്ടി ചാർജ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഫ്രീ ആയിട്ട് പവർ എൻ്റെ ഊറ്റിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, ബാക്കിൽ ഇങ്ങനെയാണ് വരിക. അങ്ങനെ ബാക്കിൽ ഏതാണ്ട് ഇൻസേർട്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ്. കണക്ട് ചെയ്തിട്ടില്ല. ഫ്രണ്ടിൽ പുള്ളി ചെയ്തുകൊണ്ടിരിക്കുന്നു സംഭവങ്ങൾ. ശരിക്കും ഗ്ലാസിൻ്റെ വിട്ട് ഇച്ചിരി കുറയുന്നുണ്ട് കേട്ടോ. ഗ്ലാസ് ഏതാണ്ട് ഇവിടെ വരെ ഉണ്ടല്ലോ. ഇവിടെ വരെ ഉണ്ടെന്നാണ് എൻ്റെ വിശ്വാസം കേട്ടോ. അപ്പം മറന്നു. അതെ, കുറച്ച് അതിൻ്റെ ടോട്ടൽ സൈസ് ചെറുതായിട്ട് കുറയുന്നുണ്ട് ഇത് വരുമ്പം. പക്ഷേ എനിവേ ഒരു റോയൽ ഫീലിലേക്ക് വരുന്നുണ്ട്. അങ്ങനെ സംഭവം വണ്ടിയിൽ ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞു. കണക്ഷൻ കൊടുത്തില്ല എന്നേ ഉള്ളൂ. ഒരു അരമണിക്കൂർ കൊണ്ട് സംഭവം ചെയ്ത് കഴിഞ്ഞു കേട്ടോ. അങ്ങനെ സംഭവം കണക്ട് ചെയ്ത് കഴിഞ്ഞു. ഇതാ മൂവ് ചെയ്ത് നമ്മുടെ ഗ്ലാസ് അങ്ങനെ കവർ ചെയ്യാണ് ഗായ്സ്. അങ്ങനെ ടെസ്റ്റിലേക്കും നമ്മളങ്ങനെ ഒരു സംഭവം ഫിറ്റ് ചെയ്തു. ഒരു സ്വപ്നം കഴിഞ്ഞു. ഇനി അടുത്ത സ്വപ്നത്തിലേക്ക്. ഇതിനൊക്കെ പൈസ മുടക്കുണ്ട് കേട്ടോ. ഭാര്യ ഓടിക്കാതിരുന്നാൽ മതി. ജസ്റ്റ് 1 ടച്ച് മതി, പൊക്കോളും. അതുപോലെ തന്നെ സ്റ്റോപ്പ് ചെയ്യാൻ അതിൽ തന്നെ ഒന്ന് പ്രസ് ചെയ്താൽ അവിടെ സ്റ്റോപ്പ് ആയിക്കോളും. ദെൻ റിവേഴ്സ് പോകണമെങ്കിൽ റിട്ടേൺ പോകണമെങ്കിൽ 1 ടച്ച് പോരെ, മതിയായിരുന്നല്ലോ. ഒന്ന് പഠിക്കാനുണ്ട്. ഓക്കെ, കൊള്ളാം, സംഭവം കൊള്ളാട്ടാ. അങ്ങനെ ആ സംഭവം കഴിഞ്ഞു. ഇനി പുള്ളി അടുത്തത് ഡോറിലേക്ക് കയറിയിരിക്കുകയാണ്. നമ്മൾ എല്ലാ ഡോറും ചെയ്യുന്നു കേട്ടോ. 4 ഡോറും ചെയ്യുകയാണ്. ശരിക്കും എല്ലാവർക്കും അറിയായിരിക്കും, നമ്മുടെ ഡോറ് അടയ്ക്കുമ്പോൾ നമ്മുടെ നെഞ്ചിന് കിട്ടുന്ന അടി നമുക്കെല്ലാവർക്കും, വണ്ടിയോട് ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും ഫീൽ ചെയ്യുന്നതാണത്. ഇല്ല, ഓരോരുത്തർ വന്ന് പടയ്ക്കാന്ന് അടിക്കുമ്പോൾ ഇത് തന്നെ ചിലർ വന്ന് അടയ്ക്കാറുണ്ട്. എനിക്ക് ഭയങ്കര വിഷമമാണ്. ഏത് വണ്ടിയാണെങ്കിലും എനിക്ക് വിഷമമാണ് കേട്ടോ.
പുള്ളി ആ പണിയാണ്. ഈ പണി ഇച്ചിരി സമയമെടുക്കുന്ന കേട്ടോ പുള്ളി പറഞ്ഞത്. ഒരു 3-4 hours എടുക്കാൻ ചാൻസ് ഉണ്ട്, 4 ഡോറും ചെയ്യുന്നുണ്ട്. അങ്ങനെ പുള്ളി ഡോർ പാഡ് അഴിച്ചെടുത്തിരിക്കുകയാണ്. അതിൽ സ്പീക്കേഴ്സും അതുപോലെ മറ്റുള്ള എന്തൊക്കെയാണ് ഒത്തിരി സാധനങ്ങൾ കാണുന്നിട്ട് നോക്കാം നമുക്ക്. ഇവിടെ ഇങ്ങനെ കാണുന്ന ഡോറിൻ്റെ ഗ്ലാസിൻ്റെ മോട്ടറും പിന്നെ ഇവിടെ എന്താണ് സ്പീക്കർ അവിടെ വരുന്നുണ്ട്. അതുപോലെ ഇതെന്താ സംഭവം? വാട്ട്സ് ദിസ് ബ്രദർ? This is just a cover. Reduce the sound, noise sound. Oh, reducing the sound. Insulation. ഇത് സംഭവം വെച്ചാൽ പുറത്തുനിന്നുള്ള സൗണ്ട് അകത്തേക്ക് കയറാതിരിക്കാൻ ഒരു ഇൻസുലേഷൻ കൊടുത്തിരിക്കുകയാണ്. ഓക്കെ. ഇത് പുതിയ പല വണ്ടികളും ഇല്ലാട്ടോ ഉള്ളിലേക്ക് സൗണ്ട് കേൾക്കാതിരിക്കാൻ വേണ്ടിയിട്ട്. കൊള്ളാം, ഇൻസുലേഷൻ അടിപൊളി. ശരിക്കും ആ ഇൻസുലേഷൻ കൊടുത്തിരിക്കുന്ന ഭയങ്കര എനിക്ക് സ്ട്രേഞ്ച് ആയിട്ട് തോന്നിയിട്ടു. അതായത് നമ്മളിപ്പോൾ വീടൊക്കെ പണിയുമ്പോൾ അല്ലെങ്കിൽ ഹോം തിയേറ്ററൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ ഇൻസുലേഷൻ കൊടുക്കില്ല, സൗണ്ട് ഒന്നും ഉള്ളിൽ കയറാതിരിക്കാൻ, സൗണ്ട് പുറത്തേക്ക് പോകാതിരിക്കാനൊക്കെ. ഇപ്പം ഇവിടെയുള്ള വീടുകളിലൊക്കെ ഇൻസുലേഷൻ കൊടുക്കുന്നുണ്ട്. അത് തണുപ്പ് കയറാതിരിക്കാനും അതുപോലെ തന്നെ റൂമിൽ നിന്നും റൂമിലേക്ക് സൗണ്ട് പോകാതിരിക്കാനൊക്കെ ഇൻസുലേഷൻ കൊടുക്കുന്നുണ്ട്. എന്നാൽ ഇത്രയും അത് നോക്കി അവർ വണ്ടിയുടെ പുറത്തുള്ള റോഡ് നോയ്സ് അകത്തേക്ക് കയറാതിരിക്കാൻ വേണ്ടി ഇൻസുലേഷൻ കൊടുത്തിരിക്കുകയാണ് ഇതിൻ്റെ ഇടയ്ക്കൊക്കെ. വാവ്, വണ്ടർഫുൾ കേട്ടോ. വാവ്. ഇത് ശരിക്കും ഒരു ടെസ്ലയുടെ ഓതറൈസ്ഡ് സെൻറ്ററിലല്ല കേട്ടോ ഞാൻ ചെയ്യുന്നത്, ആഫ്റ്റർ മാർക്കറ്റ് തന്നെ പറഞ്ഞല്ലോ. അപ്പോൾ ഞാൻ ഈ പുള്ളി നന്നായിട്ട് ചെയ്യുന്നുണ്ട് കാര്യങ്ങൾ, നല്ലോണം അറിയാം. അപ്പോൾ ഞാൻ പുള്ളിയോട് ചോദിച്ചു എങ്ങനെയാണ് നീ ഇത് പഠിച്ചത്. അപ്പോൾ പുള്ളി പറഞ്ഞതെന്ന് വെച്ചാൽ പുള്ളി കൊറിയയിലായിരുന്നപ്പം പുള്ളി ടെസ്ലയിലാണ് വർക്ക് ചെയ്തുകൊണ്ടിരുന്നതെന്ന്. ഓക്കെ, അതാണ് പുള്ളി ഇത്രയും ഓരോ കാര്യങ്ങളും കറക്റ്റായിട്ടാണ് ചെയ്യുന്നത്. അങ്ങനെ ഏതാണ്ട് ഒരു ഡോറ് കഴിയുന്നു, ഒരു 99% ആയി. ബാക്ക് ടു കവറൊക്കെ ഫിറ്റ് ചെയ്യുകയാണ്. ഇതാണ് കേട്ടോ ഇതാണ് അതിൻ്റെ മോട്ടറും പരിപാടിയൊക്കെ. ഇവനാണ് സക്ക് ചെയ്ത് ഡോറിനെ സക്ക് ചെയ്ത് അകത്ത് കയറ്റുന്നത്. പുള്ളി അങ്ങനെ ചെക്ക് ചെയ്യാണ് സംഭവം. വേണ്ട, അങ്ങനെ സക്ക് ചെയ്ത് ഉള്ളിൽ കയറ്റുകയാണ്. വാവ്, ലൈക്ക് ദിസ്. ജസ്റ്റ് നമ്മളിങ്ങനെ കൊണ്ടുവന്നിട്ട് ഡോർ ഇങ്ങനെ വെച്ച് കൊടുത്താൽ മതി, തന്നെ സക്ക് ചെയ്ത് അകത്തേക്ക് കയറിക്കോളും. നമുക്ക് ഇങ്ങനെ അടയ്ക്കുകയും ചെയ്യാം. അതുപോലെ തന്നെ ഇങ്ങനെ കൊണ്ടുവന്ന് ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ കൊള്ളാം അല്ലേ? കൂൾ, നൈസ്. അങ്ങനെ പുള്ളി ലെഫ്റ്റ് സൈഡിലെ ബാക്ക് ഡോർ അയച്ചിരിക്കുകയാണ്. ബാക്ക് ഡോർ അയച്ചു അകത്ത് കയറാം. ഇത് ഞാൻ പറഞ്ഞില്ല, ഇത് സൗണ്ട് പ്രൂഫ് കൊടുത്തിരിക്കുകയാണ്. ഇൻസുലേഷൻ അടിപൊളിയിട്ട്. എനിവേ ഒരു സ്പീക്കർ കൊടുത്തിരിക്കുന്നു. ശരിക്കും ഈ ഡോർ പാഡ് അയച്ചെടുക്കുമ്പോൾ നമുക്ക് ശരിക്കും ചെറിയൊരു പേടി വരും കേട്ടോ. കാരണം വെച്ചാൽ ഇങ്ങനെ ഒരു ഇതിൽ ക്ലിപ്പ് ചെയ്ത് ഉള്ളിലേക്ക് വെച്ചിരിക്കണം. ആ ക്ലിക്ക് പുറത്തേക്ക് വരുമ്പോൾ കടക്കടക്കെന്ന് അടിക്കുമ്പോഴേ നമുക്കൊരു ചെറിയ നെഞ്ചെടുപ്പുണ്ട്. പക്ഷേ ഊരി വരുമ്പോൾ നമുക്കറിയാം അത് വലിയ കുഴപ്പമില്ല. അപ്പോഴേക്ക് പണി അറിയാം, അതുകൊണ്ട് വലിയൊരു ഗുണമുണ്ട്. പിന്നെ ആ ഗ്ലാസും അഴിച്ചു മാറ്റുക കേട്ടോ. ഇത് കണ്ടോ, ഗ്ലാസ് എടുത്ത് അഴിച്ചു മാറ്റുകയാണ്. ചെറിയൊരു ഭ്രാന്തെന്നൊക്കെ തോന്നാം നിങ്ങൾക്ക്, എന്നാലും കുഴപ്പമില്ല. എനിവേ എന്തെങ്കിലും ആട്ടെ, ജീവിക്കുമ്പോൾ അടിച്ചുപൊളി ജീവിക്കാൻ നോക്കുക അല്ലേ, അതൊക്കെയാണ് പ്ലാൻ കേട്ടോ. അങ്ങനെ ഗ്ലാസ് പുള്ളി അയച്ചുകൂടെ പുറത്ത് വെച്ചിരിക്കുകയാണ്. ഇത് കമ്പനി ടിൻറ്റഡ് ഗ്ലാസ്സാണ് കേട്ടോ. അത് ഫ്രണ്ടിലെ ഗ്ലാസ് ഇത്രയും ടിൻറ്റല്ല, ഞാൻ കുറച്ചും കൂടെ ടിൻറ്റാക്കി, ഒരു 30% കൂടെ നമുക്ക് ടിൻറ്റാക്കായിരുന്നു. അത് ടിൻറ്റ് ചെയ്തു. ഇത് ഒറിജിനൽ കമ്പനി ടിൻറ്റഡാണ്, ഡാർക്ക് ടിൻറ്റാണ്. ഫ്രണ്ടിലെ ഡാർക്ക് ടിൻറ്റ് ഞാൻ ആക്കിയതാണ്, ലൈറ്റ് ടിൻറ്റ് ആയിരുന്നു. പിന്നെ ടെസ്ലയുടെ ഡോസ് എല്ലാം തന്നെ ഫ്രെയിംലെസ് ഡോസാണ് കേട്ടോ, ഫ്രെയിമില്ല. ഇത് കേട്ടോ, ഇങ്ങനെ ഗ്ലാസ് താത്തി കഴിഞ്ഞാൽ ഇത് കേട്ടല്ലേ, ഇങ്ങനെ നിൽക്കുകയാണ്. ഇതുള്ളല്ലേ പരിപാടി. പുള്ളി അങ്ങനെ ഓരോ സാധനങ്ങളും കുത്തിപ്പറിച്ചെടുക്കുകയാണ്. എൻ്റെ ദൈവമേ, ഇത് സ്റ്റിക്കിംഗ് ഒന്നുമല്ല കേട്ടോ, എല്ലാം ക്ലിക്കിൽ നിൽക്കുകയാണ്. അതുകൊണ്ടാണ് ശബ്ദം കേൾക്കുന്നത്. എല്ലാം ക്ലിക്ക് ചെയ്ത് വെച്ചേക്കുക. നല്ലോണം പണി അറിയാം, അങ്ങനെ ഒരു കാര്യമുണ്ട് പുള്ളിക്ക്. അതങ്ങനെ പുള്ളി അതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഫിറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. അവിടെ അപ്പോൾ നമ്മളിങ്ങനെ ഡോർ അടയ്ക്കുമ്പോൾ അതിനെങ്ങനെ അടച്ച് കയറ്റുകയാണ്. ഗുഡേ. ഈ വണ്ടി ഫുള്ള് ഇലക്ട്രിക്കലിനാണ് വർക്ക് ചെയ്യുന്നത്. ഡോറൊക്കെ ഓപ്പൺ ചെയ്യുന്നത് ഇലക്ട്രിക്കലാണ്. ഇപ്പം ഇലക്ട്രിക്കൽ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടായിക്കഴിഞ്ഞാൽ ഒരു കോഡുണ്ട്. ഈ കാണുന്ന കോഡാണ്. ഈ കോഡ് കൈകൊണ്ട് നമ്മൾ വലിച്ചെടുക്കണം. ഇതിലേക്ക് എങ്ങനെ എടുക്കുമെന്നുള്ളത് നമുക്ക് കാണിച്ചു തരാം. ഇതെങ്ങനെയാണെന്ന് വെച്ചാൽ ഇത് കണ്ടോ, ഇതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഇതിങ്ങ് എടുത്തു കഴിഞ്ഞാൽ ഇവിടെ ഒരു ഹോള് കാണാം. ഈ ഹോളിൽ കൂടെ നമ്മൾ കൈയിട്ട് ഇതിൻ്റെ മുകളിൽ കിടക്കായിരിക്കും. ഇങ്ങനെ വലിച്ചിങ്ങ് പൊക്കി കഴിഞ്ഞാൽ ഡോർ ഓപ്പൺ ആവും ഓട്ടോമാറ്റിക്കലി. അപ്പോൾ എന്തെങ്കിലും പവർ പോയി കഴിഞ്ഞാൽ അങ്ങനെ ഡോർ ഓപ്പൺ ചെയ്യേണ്ടത്. ഇത് ഡോറ് ഓപ്പൺ ചെയ്യാൻ ഞാൻ കാണിച്ചു തരാം. എന്ന് വെച്ചാൽ നമ്മളിങ്ങനെ വെച്ചിട്ട് വെറുതെ ഈ പ്രസ് ചെയ്യാണ്. ഈ പ്രസ് ചെയ്യുമ്പം ഓട്ടോമാറ്റിക്കലി ഡോർ ഓപ്പണായി. അപ്പം അങ്ങനെ എന്തെങ്കിലും പ്രോബ്ലം വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ നേരെ ഈ സാധനം പുൾ ഔട്ട് ചെയ്യുക. ഇതിൻ്റെ അടിയിൽ ആ സാധനം ഇരിപ്പുണ്ടെന്നാണ് പറയുന്നത്. ഓക്കെ, അങ്ങനെ ആ ഡോറും കഴിഞ്ഞു. പുള്ളി എല്ലാം ബാക്കിലേക്ക് ഫിറ്റ് ചെയ്യുകയാണ്.
ക്ലിക്ക് ഇൻ ചെയ്യാണ്. ഡൺ. പുള്ളി ഡബിൾ ചെക്ക് ചെയ്യണം എല്ലാം പ്രോപ്പറായിട്ട് കയറുന്നുണ്ടോയെന്ന്. എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ ശരിക്കും ഡോർ ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ഈ ഗ്ലാസ് താഴോട്ട് താഴുന്നുണ്ട്. ഫ്രെയിംലെസ് ആയതുകൊണ്ട് ഗ്ലാസ് അത് കഴിഞ്ഞിട്ട് നേരെ കയറി ഇതിൻ്റെ ഉള്ളിൽ കയറി നിൽക്കുകയാണ്. അപ്പം ഗ്ലാസ് താഴത്തൊക്കെ പ്രോപ്പറായിട്ട് കയറിയില്ലെങ്കിൽ ഗ്ലാസ് പൊട്ടാനൊക്കെ ചാൻസ് ഉണ്ട്. കണ്ടോ? അങ്ങനെ പുള്ളി ഫ്രണ്ട് ലെഫ്റ്റിലേക്ക് കയറിയിട്ടുണ്ട്. പിന്നെ പുള്ളി പറഞ്ഞതെന്നു വെച്ചാൽ ഇത്രയും കാര്യങ്ങൾ ചെയ്യുന്നതുകൊണ്ട് പുള്ളി കോംപ്ലിമെൻ്ററി ആയിട്ട് എനിക്ക് ഇതിനുള്ളിലൊരു LED ഫുള്ള് LED സ്ട്രിപ്പ് ചെയ്ത് തരാം, ഫ്രീ ആയിട്ട് ചെയ്ത് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. എനിക്കിപ്പോൾ ഇവിടെ നിൽക്കുമ്പോൾ എനിക്ക് തോന്നുന്നത് നാട്ടിലൊക്കെ ചെന്ന് നമ്മൾ നാട്ടിലൊക്കെ വണ്ടി മേടിച്ച് കഴിഞ്ഞാൽ നമ്മൾ എന്താ അക്സസറീസൊക്കെ ഫിറ്റ് ചെയ്യില്ല ഇങ്ങനെ വീട്ട്, അങ്ങനെ ഒരു ഫീലാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ. ഞാൻ ഇതുവരെ എനിക്ക് മറ്റുള്ള വണ്ടികളൊന്നും ഞാനിങ്ങനെ കൊണ്ടുവന്ന ആവശ്യമില്ലാത്ത പൈസ ഇതിലേക്ക് ചിലവാക്കിയിട്ടില്ല. ഇതിലേക്ക് എന്തൊക്കെയോ എനിക്ക് ചിലവാക്കാൻ തോന്നുന്നൊരു എന്തോ ഒരു അക്സസറീസൊക്കെ ഫിറ്റ് ചെയ്യാൻ തോന്നുന്നു. അങ്ങനെയാണ് നമ്മൾ ഈ ഓരോ പരിപാടികൾ ചെയ്യുന്നത്. ഇതിനകത്ത് ഒത്തിരി അക്സസറീസ് ഞാൻ കയറ്റിയിട്ടുണ്ട് കേട്ടോ. ഈ കാണുന്നത് ശരിക്കും ആഫ്റ്റർ മാർക്കറ്റാണ്. ഒരു എന്താണ് കാർബൺ ഫൈബർ. അതുപോലെ തന്നെ ഇവിടെ ഒരു സംഭവം വരുന്നുണ്ട്, ഇത് അഡീഷണൽ വന്നിരിക്കുന്നതാണ്. അതുപോലെ തന്നെ ഇവിടെ ഒരു കാർബൺ ഫൈബർ വരുന്നുണ്ട്. പിന്നെ ഈ ഡോറിലൊക്കെ കാർബൺ ഫൈബർ വരുന്നുണ്ട്, ഇത് അഡീഷണൽ സംഭവമാണ്. പിന്നെ ഇതിൻ്റെ അഡീഷണൽ വരുന്ന സംഭവങ്ങൾ കാണിച്ചു തരാം. പിന്നെ ഈ നമ്പർ പ്ലേറ്റ് അഡീഷണലാണ്. പിന്നെ ഈ ടെസ്ല, ഈ കാണുന്ന ടെസ്ല ആഫ്റ്റർ മാർക്കറ്റാണ്, ഞാൻ ചെയ്തതാണ്. അതുപോലെ തന്നെ ഇവിടെ ഈ റോൾസ് റോയ്സിനും നമ്മുടെ ഒക്കെ വരുന്നുണ്ട്, ഇങ്ങനെ SUV ഒക്കെ വരുന്നുണ്ട്. അതുപോലെ ഞാൻ ഒരെണ്ണം ഇവിടെ ചെയ്തു. അതൊക്കെയാണ് ഞാൻ അഡീഷണൽ കൊടുത്തിരിക്കുന്നത്. പിന്നെ ഇതാ ഈ ബ്രേക്ക് പാഡ് കവർ. അത് ശരിക്കും ഇതിൻ്റെ ടോപ്പ് മോഡൽ ഉണ്ടല്ലോ, ഇതിൻ്റെ ഡ്യുവൽ മോട്ടർ വരുന്ന ഒരു മോഡൽ വരുന്നുണ്ട്. ആ മോഡലിന് ഇങ്ങനെയുണ്ട്, 4നും അത് കൊടുത്തു കേട്ടോ. പിന്നെ ഈ വീലൊക്കെ അഡീഷണൽ വന്നതാണ്, പക്ഷേ അത് ടെസ്ല തന്നെ ചെയ്തതാണ് കേട്ടോ. അങ്ങനെ ഫ്രണ്ട് ഡോറും അഴിച്ചു കഴിഞ്ഞു. അപ്പോഴാണ് ഇവിടെ കാണുന്നത് ഊഫർ കാണാൻ കേട്ടോ. ശരിക്കും വലിയ ഊഫറാണ് ഇരിക്കുന്നത്, രണ്ട് സൈഡിലും ശരിക്കും വലിയ ഊഫറാണ്. ശരിക്കും ഇതിൻ്റെ മ്യൂസിക് സിസ്റ്റം എന്ന് പറഞ്ഞാൽ വേറെ ഞാൻ ഒരു വണ്ടിയിൽ ഇത്ര നല്ല മ്യൂസിക് സിസ്റ്റം കണ്ടിട്ടില്ല കേട്ടോ. അത്രയും ബീറ്റാണ്. അതുപോലെ തന്നെ നല്ല ചാനലുകളെല്ലാം വർക്ക് ചെയ്യുന്നത്, ഭയങ്കര ഫീൽ വരും. നമുക്കൊരു ഹോം തിയേറ്ററിൽ ഇരിക്കുന്ന അതേ ഫീലാണ്. ഇവരാണ് ശരിക്കും അപ്പോൾ ആ ബേസ് തരുന്നത് നമുക്ക് മുഴുവനായിട്ട്. ഏതോ 13 സ്പീക്കർ സറൗണ്ട് സിസ്റ്റമാണ് വണ്ടിക്കുള്ളത്. പലയിടത്തും ടൈനി സ്പീക്കേഴ്സ് വരുന്നുണ്ട്. അതിനിടയ്ക്ക് ഇവിടെയായിട്ട് വരുന്ന സ്പീക്കറാണ് ഈ കാണുന്നത് കേട്ടോ. ടൈനി ഒരു ട്രെബിള്, എനിക്ക് തോന്നേ വളരെ ടൈനി ഒരു സ്പീക്കറാണ് കേട്ടോ. ബേസ് ആൻഡ് ട്രെബിളായിരിക്കും ഇപ്പം മെയിനായിട്ട് തരുന്നത്. ഇതെല്ലാം കൂടെ ട്രെബിളാക്കാതെ ഇരുന്നാൽ മതി, ആർക്കറിയാം. അതിനൊപ്പം തന്നെ നമ്മൾ പെട്രോൾ അടിച്ചുകൊണ്ടിരിക്കുന്നു കേട്ടോ. നമ്മൾ ഫ്രീ ആയിട്ട് ഫ്യൂവൽ കിട്ടിക്കൊണ്ടിരിക്കുകയാണ്, പവർ എൻ്റെ ഇരുന്ന് എടുത്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഒരു കാര്യമുണ്ട് കേട്ടോ, അങ്ങനെ ഒരു ഗുണമുണ്ട്. അങ്ങനെ ഈ ഡോറ് കഴിഞ്ഞിട്ടോ, അല്ല ഈ ഡോർ എന്ന് പറഞ്ഞാൽ ബാക്ക് ഡോർ നേരത്തെ കണ്ടാണ് നിങ്ങൾ, എനിക്കിഷ്ടമായത്. ശരിക്കും നമ്മൾ S ക്ലാസ്സിലൊക്കെ ഇങ്ങനെ വരുന്നുണ്ട് കേട്ടോ. S ക്ലാസ്, മേബാക്ക്, പിന്നെ റോൾസ് റോയ്സിലൊക്കെയാണ് ഇങ്ങനത്തെ സംഭവങ്ങൾ വരുന്നത്. ടെസ്ലയുടെ ബാക്ക് ഡോറ് പവർ ബൂട്ടാണ്. അപ്പം നമ്മുടെ എല്ലാ ഡോറും തന്നെ പവറിൽ വർക്ക് ചെയ്യുന്നതായി. പക്ഷേ ഇത് പവറിലല്ല കേട്ടോ വർക്ക് ചെയ്യുന്നത്, ഇത് പവറിലല്ല. ഇതും വേണമെങ്കിൽ പവറാക്കാം. ഇത് നമ്മൾ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി അൺലോക്ക് ആവും. പിന്നെ നമ്മൾ പൊക്കുകയാണ്, കൈ കൊണ്ട് തന്നെ മാനുവലി നമ്മൾ പൊക്കണം. ഓക്കെ, ഇത് വേണമെങ്കിൽ പവർ ബൂട്ട് ആക്കാം, അല്ല പവർ ട്രങ്ക് ആക്കാം. പക്ഷേ ഒരു പ്രോബ്ലം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഏതാണ്ട് ഭയങ്കര എക്സ്പെൻസീവാണ്. അത്രയും ജാട വേണ്ട. അങ്ങനെ ഫ്രണ്ട് ഗ്ലാസും പുള്ളി അഴിച്ചു വെച്ചിരിക്കുകയാണ്. കണ്ടില്ല, ഇത് ശരിക്കും ഇത് കണ്ടോ, ഈ കളറും തമ്മിൽ വ്യത്യാസമുണ്ട്. ഇതാണ് കമ്പനി വരുന്ന കളറ്. ഇത് ഞാൻ ഡാർക്കൻ ചെയ്തു എന്ന് പറഞ്ഞില്ലേ, ഇത് പേപ്പർ ഒട്ടിച്ചിരിക്കുന്നതാണ് കേട്ടോ, ടിൻറ്റ് ചെയ്തിരിക്കുന്നതാണ് ഞാൻ. ഏതാണ്ട് ഹാമിൽട്ടണിൽ എനിക്ക് വേണേൽ $160 2 ഡോറും ചെയ്ത് തന്നു കേട്ടോ. നല്ലൊരു കമ്പനി തന്നെയാണ് ചെയ്തു തരണേ. ആർക്കെങ്കിലും ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്തോളൂ, ഞാൻ പറഞ്ഞുതരാം. നല്ല ചൈനീക്കാരോ നമ്മുടെ ഇന്ത്യക്കാരൊന്നും അല്ല ചെയ്യണേ, നല്ല ഓതറൈസ്ഡ് ടീമുകൾ തന്നെയാണ് ചെയ്തു തരുന്നത്. പിന്നെ പലരും ചോദിക്കുന്ന കാര്യം, നമ്മൾ വീട്ടിലൊക്കെ ചാർജ് ചെയ്യാൻ ഇട്ട് കഴിഞ്ഞാൽ എത്ര മണിക്കൂർ എടുക്കുമെന്ന് ചോദിക്കുന്നുണ്ട്. നമ്മൾ ഇതൊരു നോർമൽ പ്ലഗിലാണ് കുത്തിയിരിക്കുന്നത്, സാധാരണ നമ്മുടെ വീട്ടിലെല്ലാം ഉള്ള പ്ലഗിൽ. ആ പ്ലഗിൽ നമ്മൾ കുത്തിയിട്ട് കഴിഞ്ഞാൽ ഇപ്പം കാണാം 67% ആണ് ഇപ്പോൾ ഉള്ളത്. ഫുൾ ചാർജ് ആവാൻ 100%-ലെത്താൻ ഏതാണ്ട് 10 hours പിടിക്കും കേട്ടോ. അതായത് നമ്മളൊരു ജോലിയൊക്കെ കഴിഞ്ഞ് വന്ന് രാത്രി കുത്തിയിട്ട് കഴിഞ്ഞാൽ രാവിലത്തേക്ക് ഫുൾ ചാർജ് ആവും. സൂപ്പർ ചാർജിൽ വെച്ച് കഴിഞ്ഞാൽ 0-ൽ നിന്ന് 100% വെറും ½ hour കൊണ്ട് ചാർജ് ആവും കേട്ടോ. അങ്ങനെ ഫ്രണ്ട് ഡോറും ഫുള്ള് അഴിച്ചെടുത്തിരിക്കുകയാണ്. ശരിക്കും അഴിച്ചെടുക്കാനാണ് കേട്ടോ സമയം പിടിക്കുന്നത്. അത് കഴിഞ്ഞ് മോട്ടർ സക്ഷൻ ആ സാധനം ഫിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒട്ടും സമയം എടുക്കുന്നില്ല, ഒരു 10 മിനിറ്റ് പോലും എടുക്കുന്നില്ല.
ഇവനെ അഴിച്ചെടുക്കാൻ വേണ്ടി വളരെ കെയർഫുള്ളായിട്ട് എടുക്കണമല്ലോ, അതുകൊണ്ട് മാത്രമാണ് ടൈം പിടിക്കുന്നത്. അതിനുശേഷം ഇതാ ഇവനാണ് ഡോർ ലോക്ക്. ആ ഡോർ ലോക്ക് പുള്ളി ഇങ്ങനെ അഴിച്ചെടുക്കുകയാണ് ഇങ്ങോട്ട്. അങ്ങനെ പുള്ളി കണക്ട് ചെയ്യാണ്. വേറൊരു ടെസ്ല വന്നിട്ടുണ്ട്, അതിൽ ഓട്ടോ ഫ്രങ്ക് ചെയ്തിട്ടുണ്ട്. നോക്കാം നമുക്ക്. ഇത് ഓപ്പൺ ആക്കുന്നത് പുള്ളി ഫോണിൽ നിന്ന് ഓപ്പൺ ചെയ്യാൻ പറ്റുമെന്നാണ് പറയണേ. നോക്കാം നമുക്ക്. ഇത് ബ്ലാക്കാണ് കേട്ടോ. ബ്ലാക്ക് ഏതാണ്ട് സെയിം. ഇതാ ഓട്ടോമാറ്റിക്കലി ഓപ്പൺ ആവുന്ന കണ്ടോ. ഓ കൂളേ, നൈസ്. ഫോണിൽ നിന്നും ഓപ്പൺ ആക്കി, ബാക്ക് ഡോർ ഓപ്പൺ ആക്കുന്ന പോലെ. കാൻ യു പ്ലീസ് ക്ലോസ് ആൻഡ് LED and LED lights here. Okay. കൂളേ, നൈസ്. ഇങ്ങനെയാണ്. കൂൾ. എൻ്റെ ഇങ്ങനെ ആവില്ല കേട്ടോ, എൻ്റെ മാനുവലി തന്നെ പുഷ് ചെയ്യണം. ഭയങ്കര എക്സ്പെൻസീവാണിത്. പിന്നെ ടെസ്ലയുടെ ഒരു ഗുണം എന്ന് വെച്ചാൽ നമ്മൾ എവിടെയെങ്കിലും പാർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ ഫോണിലേക്ക് ക്യാമറകൾ മുഴുവൻ കാണാം. നമുക്ക് വണ്ടി എല്ലാ ക്യാമറകളും നമുക്ക് വിസിബിളാണ്. അപ്പം ഞാനിങ്ങനെ നിൽക്കുമ്പോൾ ഇപ്പോൾ എൻ്റെ വീട്ടിൽ നിന്നും ഭാര്യയുടെ ഫോണിൽ ഇവിടെ നടക്കുന്ന സംഭവം മുഴുവൻ എനിക്ക് ഇങ്ങോട്ട് അയച്ചു തന്നു. കാണിച്ചു തരട്ടെ. ഇത് കണ്ടോ, നോക്കിയേ. ഇത് ഭാര്യ ഇങ്ങോട്ട് അയച്ചു തന്നതാണ്, എനിക്ക് സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചു തന്നതാണ്. അത് വണ്ടിയുടെ ചുറ്റും നടക്കുന്ന എല്ലാ സംഭവങ്ങളും. അപ്പം നമുക്ക് ഭാര്യയുടെ മുമ്പിൽ ഒരു സാധനവും ഒളിച്ചു വെക്കാൻ പറ്റില്ല. എല്ലാം ഭാര്യ മുഴുവൻ കാണുന്നുണ്ട്, നമ്മൾ എന്തൊക്കെയാണ് ചെയ്യുന്നതെന്നുള്ളത്, ഈ ഇൻസൈഡിലുള്ളതും പുറത്തുള്ളതും. പിന്നെ അത് നല്ലൊരു കാര്യമാണ്. കാരണം വെച്ചാൽ നമ്മൾ ലോക്ക് ചെയ്ത് എവിടെയെങ്കിലും പോയി കഴിഞ്ഞാൽ വണ്ടിയിൽ എന്തെങ്കിലുമൊക്കെ ആരെങ്കിലും വന്ന് എന്തെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിലൊക്കെ മുഴുവൻ റെക്കോർഡ് ചെയ്യും. അപ്പം ഒരു മനുഷ്യനും ഇവനെ ഒന്നും തൊടാൻ പറ്റില്ല കേട്ടോ, എടുത്തുകൊണ്ട് പോകാനും പറ്റില്ല. അപ്പം തന്നെ നമ്മുടെ ഫോണിലേക്ക് അലാം തരും. ആരെങ്കിലും തുറക്കാൻ നോക്കുക, അടുത്തോടെ പോയി കഴിഞ്ഞാൽ റെക്കോർഡ് ചെയ്യും. അത് നല്ലൊരു ഇതാണ് കേട്ടോ. അതുപോലെ തന്നെ നമ്മൾ വണ്ടി ഓടുന്ന വഴിക്ക് എന്തെങ്കിലുമൊക്കെ ഇൻസിഡൻറ്റ് ആയിക്കഴിഞ്ഞാൽ അപ്പം തന്നെ നമ്മൾ റെക്കോർഡിലേക്ക്, എന്തെങ്കിലും ഇൻസിഡൻറ്റ് ആയി അപ്പം തന്നെ നമുക്ക് റെക്കോർഡിലേക്ക്. അപ്പോൾ അത് മുഴുവൻ നമുക്ക് റെക്കോർഡ് ചെയ്ത് വെക്കും. നേരെ ആക്സിഡൻറ്റ് ആവുകയാണെങ്കിൽ നേരെ അത് പോലീസിന് കൊടുക്കാൻ പറ്റും. അവർക്ക് ഈസി ആയിട്ടുള്ള പരിപാടിയാണ്. അപ്പം 4-5 ക്യാമറ ഉണ്ടല്ലോ അറൗണ്ട് ദ വെഹിക്കിൾ. അങ്ങനെ നമ്മുടെ ഈ ഡോറും കഴിഞ്ഞു. ഇനി ഡ്രൈവർ ഡോറ് പുള്ളി പണി തുടങ്ങിയാണ്. ഇത് പണി കഴിഞ്ഞ് നമുക്ക് കാണാം. ഇങ്ങനെ നമ്മൾ വെച്ച് കഴിഞ്ഞാൽ നല്ല സഖ്യതകത്തേക്ക് കയറുന്നു. കൊള്ളാമല്ലേ, പരിപാടി കൊള്ളാമല്ലേ. റോയൽ ലുക്കായിട്ടുണ്ട്. വാഹാ. അങ്ങനെ ഡ്രൈവർ ഡോറിൻ്റെ അവിടുത്തെ ഓരോ പരിപാടികൾ ചെയ്യുകയാണ് പുള്ളി. ആദ്യം ചെയ്യുന്നത് ഇവിടെ ഒരു സ്പീക്കർ വരുന്നുണ്ട്, ആ സ്പീക്കർ അഴിച്ചെടുക്കുകയാണ്. ട്യൂട്ടറാണത്. ദിസ് എ ട്യൂട്ടറേ. ട്യൂട്ടർ അഴിച്ചെടുത്തു. ഇവിടെ ഒരു ഊഫർ, ട്യൂട്ടർ. അതുപോലെ തന്നെ ഇവിടെ വരുന്നത് ഇവിടെ ഒരു സ്പീക്കറുണ്ട്. അതുപോലെ തന്നെ അവിടെ ഒരു സ്പീക്കർ കാണാം. പിന്നെ സ്പീക്കറുള്ളത് ഇവിടെ സ്പീക്കേഴ്സ് ഉണ്ട്. ഇതൊക്കെയാണ് സ്പീക്കേഴ്സ്. ശരിക്കും സൗണ്ട് സിസ്റ്റം ഒന്നും പറയാനില്ല കേട്ടോ, അതുപോലെ കിടുവാണ്. അങ്ങനെ ഫ്രണ്ട് റൈറ്റ് ഗ്ലാസും അഴിച്ചു വെച്ചിരിക്കുകയാണ്. ഏതാണ്ട് പണി ബീഡിങ് അഴിച്ചെടുക്കുന്ന സീനാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ ഫ്രണ്ട് ബീഡിങ് അഴിച്ചു കേട്ടോ. ഫ്രണ്ട് അങ്ങനെ ഡോറും ഗ്ലാസും കൂടെ ഫിറ്റ് ചെയ്യാണ്. ഏതാണ്ട് ഓൾമോസ്റ്റ് കഴിയുന്നു. ഈ വീഡിയോ ഇങ്ങനെ കാണുമ്പം കുറച്ച് പേരൊക്കെ പട്ടി ഷോ എന്നൊക്കെ പറയുന്നുണ്ടാവും. ഇത് പട്ടി ഷോ എന്നല്ലോ, കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന ഗൈസ്. അങ്ങനെ നിങ്ങൾ പട്ടി ഷോ എന്ന് പറഞ്ഞ് എപ്പോഴും എഴുതേണ്ട കാര്യമില്ല ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ കാണിക്കുമ്പോൾ. ഇതൊക്കെ വേർപ്പിൻ്റെ കളിയാണ്. നിങ്ങളൊക്കെ കഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഇങ്ങനെയൊക്കെ എന്തെങ്കിലുമൊക്കെ ആക്കിയെടുക്കാൻ പറ്റും. ഇതിനൊക്കെ ലോണും പരിപാടിയൊക്കെ ഉണ്ട്. ഈ ലോണൊക്കെ കഷ്ടപ്പെട്ട് വേർത്ത് തന്നെ ഞാൻ അടച്ചുകൊണ്ടിരിക്കുകയാണ് ഇതിനൊക്കെ. ഓക്കെ, കഴിഞ്ഞിട്ടില്ല കേട്ടോ, പണി കഴിഞ്ഞിട്ടില്ല. എല്ലാം കഴിഞ്ഞിട്ട് ഞാൻ ഇനിയും കാണിക്കുന്നുണ്ട്. അപ്പോൾ ആർക്കെങ്കിലുമൊക്കെ ഇത് ഫിറ്റ് ചെയ്യാൻ താല്പര്യമുണ്ട് എന്നുണ്ടെങ്കിൽ കോൺടാക്റ്റ് ചെയ്യാം. പുള്ളിയെ ഞാൻ കണക്ട് ചെയ്ത് തരാം. അതുപോലെ തന്നെ എന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ പ്ലീസ്. കഴിഞ്ഞിട്ടില്ല. പുള്ളി ഒന്ന് ട്രയൽ ചെയ്യാണ്. യെസ്, ഗുഡ്, ഓൾ ഡൺ. ഇനി പുറത്തെ ജസ്റ്റ് ബീഡിങ് മാത്രമേ ഫിറ്റ് ചെയ്യാനുള്ളൂ. അങ്ങനെ ഫുൾ പരിപാടി അതിൻ്റെ കഴിഞ്ഞു. കൊള്ളാം, ഗുഡ്, യാ, കൂളേ. ദെൻ പുള്ളി പറഞ്ഞിരിക്കുന്നത് ഇവിടെ ഒരു കോംപ്ലിമെൻ്ററി ആയിട്ട് ഇവിടെ എനിക്കൊരു LED ചെയ്തു തരാമെന്ന് പറയുന്നുണ്ട്. ഇതിന് ചുറ്റും ഒരു LED അത് ചെയ്യാൻ പോവാണ് എൻ്റെ പുള്ളി.
ഇതാണ് LED. So this is white, just white. Or any other colors? They say white, but Oh. I have to check. Oh. Sometimes different. Oh, okay. ഇതിൻ്റെ ഒരു പ്രൊട്ടക്ഷൻ ശരിക്കും വരുന്നത്, പ്രൊട്ടക്ഷൻ ഒരു ബീം വരുന്നത് ഇവിടെ നിങ്ങൾക്ക് കാണാം. ഇത് കണ്ടോ, വലിയൊരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു ബീം പോകുന്നുണ്ട് കേട്ടോ. ഇവിടെ ഒരു ബീം പോകുന്നുണ്ട്. പിന്നെ ഒരു സെക്കൻഡ് ബീം ഇതിൻ്റെ അടിയിലും പോകുന്നുണ്ട്. അപ്പോൾ എന്തെങ്കിലും ഇടിയോ പരിപാടിയൊക്കെ ഉണ്ടെങ്കിൽ അവനാണ് മെയിൻ പ്രൊട്ടക്റ്റ് ചെയ്യുക. ഇത് അല്ല, ഈ ഇരിക്കുന്നതാണ് മെയിൻ സംഭവം. പിന്നെ അവൻ ചേസാണെന്ന് എനിക്ക് തോന്നുന്നു. പിന്നെ ഇവിടെയും ഒരു പ്രൊട്ടക്ഷൻ വരുന്നുണ്ട്, സെക്കൻഡ് പ്രൊട്ടക്ഷൻ. സോ 2-3 ഒരു ബീമുകൾ വരുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു സേഫ്റ്റി ഫീച്ചർ കൊടുത്തിരിക്കുന്നത്, ശരിക്കും ഇവിടുത്തെ സ്പേസ് നിങ്ങൾ കണ്ടായിരുന്നല്ലോ. ഇവിടെ കുഞ്ഞു പിള്ളേർക്കൊക്കെ വേണമെങ്കിൽ കയറി ഇരിക്കാൻ പറ്റും. ഇരുന്ന് വല്ല ഹൈഡ് ചെയ്ത് വല്ല അടഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ പിള്ളേർക്ക് ഉള്ളിൽ നിന്ന് തുറക്കാൻ തന്നെ ഒരു ഓപ്ഷൻ ഉണ്ട്. ഇതിൽ വെറുതെ ഞെക്കി കഴിഞ്ഞാൽ ഇത് ഓപ്പൺ ആവും കേട്ടോ. അപ്പോൾ അതിനുള്ള ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. എല്ലാം ഈച്ച് ആൻഡ് എവരി എന്താണ് പറയുക, സേഫ്റ്റി ഫീച്ചർ നോക്കി കിട്ടുക കേട്ടോ അവർക്ക് ചെയ്തിരിക്കുന്ന പല കാര്യങ്ങളും. അങ്ങനെ ആ LED മുഴുവൻ ആ ബീഡിങ്ങിൻ്റെ അകത്തേക്ക് ഇങ്ങനെ കയറ്റി ഇങ്ങനെ വെക്കുകയാണ്. നല്ലൊരു ബ്രൈറ്റ് ലുക്ക് ഉണ്ട് കേട്ടോ, ഒരു ഡിഫറെൻറ്റ് ഫീലാണ്. ഇത് അത്യാവശ്യമുള്ളതാണോ എന്ന് ചോദിച്ചാൽ അത്യാവശ്യമുള്ളതൊന്നുമല്ല. പക്ഷേ എന്താ പറയുക, ഓരോ വട്ടുകൾ എന്ന് വേണമെങ്കിൽ പറയാം. ഇതുപോലെ തന്നെ വണ്ടിയുടെ ഉള്ളിൽ മുഴുവൻ ഡിഫറെൻറ്റ് ലൈറ്റ് കളേഴ്സ് LED ഡിഫറെൻ്റ് ആയിട്ടുള്ള കൊടുക്കാൻ പറ്റും കേട്ടോ. നമ്മുടെ മ്യൂസിക്കിനനുസരിച്ച് ഡിഫറെൻറ്റ് ഇത് വരുന്നതൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും. നല്ല എക്സ്പെൻസീവാണ്. അത് പുള്ളി പറഞ്ഞതെന്ന് വെച്ചാൽ പുള്ളി ചെയ്യാം, പക്ഷേ അത് ഒത്തിരി അവർ വരും. വെച്ചാൽ പുള്ളി ലേബർ ഒത്തിരി വരും, അതാണ് ഒരു പ്രോബ്ലം. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചു. ഭയങ്കര രസമായിരിക്കും. മ്യൂസിക്കൊക്കെ ഇട്ട് കഴിയുമ്പോൾ ഡിഫറെൻറ്റ് ലൈറ്റ്സ് ഇങ്ങനെ അവിടെ നിന്ന് ഇവിടെ നോക്കാം, പല ലൈറ്റ്സ് വരും ആ മ്യൂസിക്കിൻ്റെ അനുസരിച്ച്. അത്രയും ജാട വേണ്ട, അത് ഇച്ചിരി ജാടയായി പോകും. അത് ശരിക്കും ലോങ് ആണ് ശരിക്കും. അത് പുള്ളി കട്ട് ചെയ്യുമെന്ന് പറഞ്ഞത്, അതെനിക്ക് മനസ്സിലാവാത്ത. അങ്ങനെ കട്ട് ചെയ്താൽ വർക്ക് ചെയ്യുന്നത് എങ്ങനെയാണ്? LED ഇങ്ങനെ കട്ട് ചെയ്യാൻ പറ്റുമോ? ഓക്കെ, എൻ്റെ പള്ളി, അതെനിക്കറിയില്ലായിരുന്നു കേട്ടോ, LED ഇങ്ങനെ കട്ട് ചെയ്യാൻ പറ്റുമെന്ന്. കൊള്ളാലോ. എന്നിട്ട് കൂൾ, നൈസ്. അങ്ങനെ ആ LED കഴിഞ്ഞു. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ട് കേട്ടോ, നല്ല ബ്രൈറ്റ്. സൂപ്പർ ബ്രദർ, താങ്ക്സ് എ ലോട്ട്, യു ഡിഡ് എ ഗ്രേറ്റ് ജോബ്. വാവ്, വണ്ടർഫുൾ ആയിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ ഡോറിൻ്റെയും റൂഫിൻ്റെ ആ ഇതും പിന്നെ ലൈറ്റും കോംപ്ലിമെൻ്ററി ആയിട്ട് ഫിറ്റ് ചെയ്തിരുന്നു. ആർക്കെങ്കിലുമൊക്കെ ഇത് ഫിറ്റ് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യുക, പുള്ളി ഞാൻ കോൺടാക്ട് ചെയ്ത് തരാം. അപ്പോൾ ഞാനിനി ഡോറ് അടയ്ക്കാതെ പോകും. അങ്ങനെ ഒരു റോയൽ സ്റ്റൈലിൽ ഞാൻ പോകുന്നുണ്ട്. അപ്പം അതൊക്കെയായിരുന്നു ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇഷ്ടപ്പെട്ടവരെ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പിന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റുകളൊക്കെ തരിക. ഇതിനെപ്പറ്റി സംശയങ്ങളിൽ ചോദിക്കാം. അപ്പോൾ പുള്ളിയായിട്ട് കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ വേറെ സാധനങ്ങളൊക്കെ ഫിറ്റ് ചെയ്യും. അപ്പോൾ ഓക്കെ, ബൈ ഫ്രം ന്യൂസിലാൻഡ്, മല്ലു ഗൈസ്.